അല്ല, നിങ്ങളുടെ ഇബാദത്തുകൾ പടച്ചവൻ കാണാൻ വേണ്ടിയുള്ളതാണോ അതല്ല ഫോളോവേഴ്സ് കാണാനുള്ളതാണോ? കാരണം പല നോമ്പുതുറകളും പല പ്രത്യേകമായ റമദാൻ പരിപാടികളും എല്ലാം കാണുമ്പോൾ, റമദാനിലെ ഭക്ഷണങ്ങളും റമദാനിലെ എല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ്. ഫോളോവേഴ്സ് കണ്ട് 500 ലൈക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ, ആ റമദാൻ നോമ്പുതുറ സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ റമദാന്റെ പരിപാടി, അത് എല്ലാ കാര്യങ്ങളും ഉംറയും ഹജ്ജ് എല്ലാം ഫോളോവേഴ്സിന് വേണ്ടി എന്ന അർത്ഥത്തിലേക്ക് മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഖ്ലാസ് വഴി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. അവിടുന്ന് ഒന്നും മാറേണ്ടതുണ്ട്. പരമാവധി ആരും കാണാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് വരണം. ആളുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പടച്ചോനെ, ആളുകൾ കണ്ടതുകൊണ്ട് എൻ്റെ പ്രതിഫലം ഇനി കുറഞ്ഞു പോകുമോ പടച്ചോനെ എന്നൊരു പേടി വരണം. ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ ചെയ്യുമ്പോഴും ആളുകൾക്കിടയിൽ എൻ്റെ ഇബാദത്ത് അവർ കണ്ടാൽ, പടച്ചോനെ അവർ കാണാൻ വേണ്ടിയല്ല, നീ മാത്രം കാണാൻ വേണ്ടിയാണ്, പക്ഷെ ഒരുമിച്ച് കൂടുമ്പോൾ നിനക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഒന്നിച്ച് ചെയ്യുന്നത് എന്നൊരു ചിന്താഗതിയായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യമുള്ള വല്ല കാര്യങ്ങൾ വല്ല ഹൈർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ പോസ്റ്റ് ചെയ്യുകയും ബാക്കിയൊക്കെ റബ്ബ് എല്ലാ സെക്കൻഡും കാണുന്നുണ്ടല്ലോ, നമുക്ക് ആ ഒരു രീതിയിൽ റബ്ബിന് വേണ്ടി മാത്രം ആ ഒരു വഹ്ദാനീയത്തിൽ നീയത്ത് സമർപ്പിക്കുമ്പോഴാണ് ഇബാദത്തിൻ്റെതായ ഒരു ഖുശൂഉം ഇബാദത്തിൻ്റെതായ ഒരു ഇഖ്ലാസിലേക്കും നമ്മൾ എത്തിച്ചേരുക.